നമുക്ക് ഈ മറ്റൊരു വിഷയം വരുന്നത് ഈ തൊടുപുഴയിൽ ബിജു കൊട്ടേഷൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഉപ്പുതറ സ്വദേശിയായ എബിൻ തോമസിനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാം പ്രതിയായ ജോമോന്റെ ബന്ധുവാണ് ഇപ്പോൾ അറസ്റ്റിലായ ഈ എബിൻ തോമസ്. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് എബിനെ കേസിൽ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ഉണ്ട് നമുക്കിപ്പം. ആൽവിൻ, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ആരോപണം എന്താണ്? അതായത് ഈ കുറ്റകൃത്യത്തിന്റെ പ്ലാനിംഗ് മുതൽ ഈ കൃത്യം നടപ്പാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അറസ്റ്റിലായ ആൾക്ക് എബിന് അറിയാമെന്നാണോ പോലീസിന്റെ വിലയിരുത്തൽ? ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ്? പറയാം ആൽവിൻ. ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കൊട്ടേഷൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വഴിത്തിരിവിലേക്ക് കേസ് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരാൾ കൂടി പ്രതിപ്പട്ടിയിലേക്ക് വന്നിരിക്കുന്നു. ഒരാളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇങ്ങനെ ഒരാളെ സംബന്ധിച്ച് നേരത്തെ ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും പുറത്തു വന്നിരുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു സുപ്രധാന നീക്കം എന്ന നിലയിൽ ഈ ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജോമോൻ്റെ ബന്ധു കൂടിയായ എബിൻ തോമസ് ആണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ പലതും ഈ എബിൻ തോമസിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഈ കൊലപാതകം നടന്ന ശേഷം ജോമോൻ എബിൻ തോമസിനോട് വിളിച്ച് ഇങ്ങനെയൊരു കൊലപാതകം നടന്നുവെന്നും മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഫോണിൽ പറഞ്ഞിരുന്നു എന്നുള്ളതും പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദൃശ്യം നടപ്പാക്കി എന്നുള്ള തരത്തിൽ ഒരു ഫോൺ കോൾ ജോമൻ്റെ ഭാഗത്തു നിന്നും പുറത്തു പോയിരുന്നു. അത് സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ ഈ എബിനെയും വിളിച്ച് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കോൾ റെക്കോർഡ് പോലീസിൻ്റെ പക്കലുണ്ടായിരുന്നു. ആ കോൾ റെക്കോർഡ് വെച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ എബിൻ തോമസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ കോട്ടയം ഭരണങ്ങാനം സ്വദേശിയാണ്. ഇപ്പോൾ ഉപ്പുതറയിലാണ് താമസം. ഈ ഒന്നാം പ്രതി ജോമോൻ്റെ മാതാവിൻ്റെ സഹോദരിയുടെ മകനാണ് എബിൻ തോമസ് എന്നുള്ള ബന്ധു കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ കേസിൽ ഇപ്പോൾ 5ാമത്തെ ആളാണ് അറസ്റ്റിലാകുന്നത്. നേരത്തെ 4 പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. ഒന്നാം പ്രതിയായി ജോമോനും ആഷിഖ് മുഹമ്മദ് അസ്ലം എന്നീ 2 കൊട്ടേഷൻ സംഘാംഗങ്ങളും അതോടൊപ്പം തന്നെ ജോമിൻ എന്ന ഇയാളുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാഫുമാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരുന്നത്. ഈ ജോമിനാണ് കൊട്ടേഷൻ സംഘത്തിലേക്ക് ജോമോനെ എത്തിക്കുന്നതും. ഇങ്ങനെ 4 പേർ ഈ കേസിൽ പ്രതിയായിരുന്നു. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലാണ് ഈ 4 പേർ പ്രതിയായിരുന്നെങ്കിൽ ഇപ്പോൾ 5ാമത് ഒരാൾ കൂടി ഈ കേസിലേക്ക് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ഗൂഢാലോചന കുറ്റമാണ് ഈ എബിൻ തോമസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ വിഷയങ്ങൾ, ഈ കൊലപാതകം നടന്ന സംഭവങ്ങൾ ജോമോൻ പറയുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എബിനെങ്കിൽ എബിൻ ഈ കുറ്റം മറച്ചു വെച്ചുകൊണ്ട് ഗൂഢാലോചന കുറ്റം നടത്തി എന്നുള്ളതാണ് ഈ കേസിൽ ഇപ്പോൾ അയാളെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന കുറ്റം എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്ന് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതോടൊപ്പം തന്നെ ജോമോൻ്റെ ഭാര്യയെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ നോട്ടീസ് അന്വേഷണ സംഘം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഭാര്യ ഈ ചോദ്യം ചെയ്യലിനായി ഇവിടെ അന്വേഷണ സംഘം മുൻപാകെ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഉടൻ തന്നെ കീഴടങ്ങും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു അറസ്റ്റ് കൂടി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജോമോൻ്റെ ഭാര്യയ്ക്കും ഈ കൊലപാതകം സംബന്ധിച്ചുള്ള വിവരം അറിയാമായിരുന്നുവെന്നും ചില തെളിവ് നശിപ്പിക്കലടക്കം ഭാര്യ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുമാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ചോദ്യം ചെയ്യലിന് ശേഷം, വിശദമായൊരു ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാകും അത്തരമൊരു നടപടികളിലേക്ക് പോവുക. ഏതായാലും വലിയൊരു വഴിത്തിരിവ് കേസിലുണ്ടായിരിക്കുന്നു. ഒരാൾ കൂടി ഈ കേസിലെ പ്രതിപട്ടികയിലേക്ക് വന്നിരിക്കുന്നു. എബിൻ തോമസ് എന്ന ജോമോൻ്റെ ബന്ധു കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഓക്കെ ആൽവിൻ, ശരി. തൊടുപുഴ ബിജു കൊലക്കേസുമായി ബന്ധപ്പെട്ട് അത് ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയാല്ലേ? കാരണം ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. അതും ഈ ആൽവിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത്രയും നാൾ കേൾക്കാതിരുന്ന ഒരാളുടെ പേരാണ് വന്നിരിക്കുന്നത്. അതും ബന്ധുവാണ്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.